ലോട്ടറി ഓഫീസുകളിൽ ക്രമക്കേടുകൾ നടക്കുന്നതായി പരാതി. സംഭവത്തിൽ അന്വേഷണം നടത്തണമെന്നാവശ്യം. ലോട്ടറി ഏജൻസി നൽകുന്നതിൽ ഉൾപ്പെടെ ക്രമക്കേടുണ്ടെന്നാണ് ആരോപണം. വികലാംഗർ, വിധവകൾ, പട്ടികജാതി, പട്ടികവർഗ, മറ്റു വിഭാഗത്തിൽപ്പെട്ട നൂറുകണക്കിന് ലോട്ടറി ഏജന്റുമാരുണ്ടെങ്കിലും ലോട്ടറി ഓഫീസുകളിൽ നിന്നും ഇവർക്ക് വർഷങ്ങളായി ഒരു ലോട്ടറി ബുക്ക് പോലും ലഭിക്കുന്നില്ലെന്നാണ് പരാതി ഉയരുന്നത്. ചില ഏജന്റുമാർക്ക് 2 ബുക്ക് വീതം നൽകുന്നുണ്ടെന്നും ആരോപണമുണ്ട്. എന്നാൽ വൻകിട ലോട്ടറി മുതലാളിമാർക്ക് ആയിരക്കണക്കിന് ബുക്കാണ് ദിനംപ്രതി നൽകുന്നത്. കൂടാതെ വൻകിട മുതലാളിമാർ ബന്ധുക്കളുടെയും അടുപ്പമുള്ളവരുടെയും പേരിൽ നിരവധി ഏജൻസികൾ സംഘടിപ്പിച്ച് അവരുടെ പേരിലും ടിക്കറ്റുകൾ കരസ്ഥമാക്കുന്നു. ഇത്തരത്തിൽ നടക്കുന്ന ക്രമക്കേടുകളെക്കുറിച്ച് അന്വേഷണം നടത്തി നിയമ നടപടികൾ സ്വീകരിക്കണമെന്നാണ് ആക്ഷേപം. നൂറുകണക്കിന് ഏജൻസിക്കാരായിട്ടുള്ള വികലാംഗർ, വിധവകൾ, പട്ടികജാതി പട്ടികവർഗക്കാർ കഴിഞ്ഞ 1 വർഷക്കാലമായി ഒരു ബുക്ക് പോലും ഇവർക്ക് ലഭിക്കുന്നില്ല. അവിടെ ലഭിക്കുന്ന ബുക്കുകളിൽ കൂടുതലും സ്വകാര്യ വൻകിട മുതലാളിമാർക്ക് കൊടുക്കുകയാണ് പതിവ്. ഈ ബുക്കുകൾ അന്യ സംസ്ഥാനങ്ങളിൽ പോലും ഈ സീരിയലുകൾ കരുനാഗപ്പള്ളി ഓഫീസിൽ നിന്നും കൊല്ലത്തുനിന്നും കൊടുക്കുന്ന ലോട്ടറി ടിക്കറ്റുകൾ വിൽപ്പന നടക്കുന്നതായി പത്രങ്ങളിലും വിഷ്വൽ മീഡിയകളിലും വന്നതാണ്. എന്നാൽ നമ്മുടെ പ്രദേശത്ത് കാൽനടയായി കച്ചവടം നടത്തുന്നവർ, സൈക്കിളുകളിൽ കച്ചവടം നടത്തുന്ന പാവപ്പെട്ടവരായിട്ടുള്ള വിധവകൾക്കോ വികലാംഗർക്കോ ഒരു ബുക്ക് 25 ലീഫ് കൊടുക്കുവാൻ പോലും ലോട്ടറി ഓഫീസിലെ ഉദ്യോഗസ്ഥന്മാർ തയ്യാറാകുന്നില്ല എന്നുള്ള ഒരു സത്യം പൊതുജനം മനസ്സിലാക്കണം എന്നാണ് എനിക്ക് ആദ്യം തന്നെ പറയാനായിട്ടുള്ളത്. കാൽനടയായി ലോട്ടറി കച്ചവടം നടത്തുന്നവരും സൈക്കിളിൽ കച്ചവടം നടത്തുന്നവരും സ്വകാര്യ മുതലാളിമാരുടെ കയ്യിൽ നിന്നാണ് ടിക്കറ്റുകൾ എടുക്കുന്നത്. ഇവർക്ക് ഗവൺമെന്റ് ഏജൻസി ഉണ്ടെങ്കിലും ഒരു ടിക്കറ്റ് ബുക്ക് പോലും വകുപ്പിൽ നിന്ന് ലഭിക്കുന്നില്ലെന്നും പരാതിയുണ്ട്. ഇത്തരത്തിലുള്ള ക്രമക്കേടുകൾ അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടാണ് അൺഓർഗനൈസ്ഡ് വർക്കേഴ്സ് ആൻഡ് എംപ്ലോയീസ് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ബോബൻ ജി നാഥ് കൊല്ലം വിജിലൻസ് ഡിവൈഎസ്പിക്ക് പരാതി നൽകിയത്. ക്രമക്കേടുകൾ, വൻ സാമ്പത്തിക തട്ടിപ്പ് ലോട്ടറി ഓഫീസിലെ ഉദ്യോഗസ്ഥന്മാരും മുതലാളിമാരും ചേർന്ന് നടത്തുന്നതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. പാവപ്പെട്ടവരുടെ സാമ്പത്തിക സ്രോതസ് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി, പട്ടിണിയില്ലാതെ ജനങ്ങളെ ജീവിക്കുവാൻ വേണ്ടി ലോട്ടറി ഏജന്റന്മാരാകുവാൻ ഗവൺമെന്റ് പ്രോത്സാഹിപ്പിക്കുമ്പോഴാണ് ഏജൻസിയായി എടുത്തിട്ടുള്ളവർക്ക് ടിക്കറ്റുകൾ നൽകാത്തത്. ഇതിനകത്തുള്ള ക്രമക്കേടുകളെ കുറിച്ച് ഒരു അന്വേഷണം നടത്താൻ ഗവൺമെന്റ് തയ്യാറാകണം. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി.